നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം തരം പ്രാഥമിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 2025 നടത്തിയ 10ാം തരം പ്രാഥമിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 5/2025. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ച് ശരിയായത് ഏത്? പ്രസ്താവന വായിക്കാം. മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. ശരിയാണോ? അത് ശരിയാണ്. കേരള പോലീസ് സേനയുടെ മേധാവിയാണ് DGP എന്ന് പറയുന്നത്. അതും ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന വരുന്നത്, കേരള പോലീസിന്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. ഇത് തെറ്റാണ്. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇനി കേരള പോലീസിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ്? അത് തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. കേരള പോലീസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇനി കേരളത്തിലെ ആദ്യ DGP ആരാണ്? കേരളത്തിലെ ആദ്യ DGP അത് T അനന്തശങ്കര അയ്യരാണ്. കേരളത്തിലെ ആദ്യ DGP T അനന്തശങ്കര അയ്യരാണ്. നിലവിൽ പോലീസ് സേനയുടെ DGP ആരാണ്? നിലവില് ആരാണ് DGP? അത് റവാഡ A ചന്ദ്രശേഖർ ആണ് കേട്ടോ. റവാഡ A ചന്ദ്രശേഖർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. പ്രസ്താവന വായിക്കാം. ബക്രാനങ്കൽ, സത്ലജ്, ഹിരാക്കുഡ്, മഹാനദി, തെഹ്രി ഡാം, കൃഷ്ണ, സർദാർ സരോവർ, നർമ്മദ. അപ്പം ശരിയായ ജോഡി കണ്ടെത്താനാണ് പറയുന്നത്. ബക്രാനങ്കൽ ഏത് നദിയിലാണ്? അത് സത്ലജ് നദിയിലാണ് കേട്ടോ. ബക്രാനങ്കൽ സത്ലജ് നദിയിലാണ്. ഹിരാക്കുഡ് ഏത് നദിയിലാണ്? ഹിരാക്കുഡ് അത് മഹാനദിയിലാണ്. ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലും. സർദാർ സരോവർ ഏത് നദിയിലാ? സർദാർ സരോവർ അത് നർമ്മദയാണ്. സർദാർ സരോവർ നർമ്മദയാണ്. എന്നാൽ തെഹ്രി ഡാം ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? തെഹ്രി ഡാം അത് ഭഗീരഥി നദിയിലാണ് കേട്ടോ. ഭഗീരഥി നദിയില്. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1ഉം 2ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ബക്രാനങ്കൽ സത്ലജ് നദിയില്, ഹിരാക്കുഡ്, മഹാനദി, തെഹ്രി ഡാം, ഭഗീരഥി, സർദാർ സരോവർ, നർമ്മദ നദി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാഗ്ബടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയേത്? പ്രസ്താവന വായിക്കാം. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. ശരിയാണോ? അത് ശരിയാണ്. ഇനി 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. അത് ശരിയാണ്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദ ഗുരുവാണ്. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. അത് ശരിയാണ്. ശരിയാണ്. ഇനി അടുത്ത പ്രസ്താവന പറയുന്നത് 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. അത് തെറ്റാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1ഉം 2ഉം 3ഉം മാത്രമാണ് കേട്ടോ. അപ്പം കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് വാഗ്ബടാനന്ദൻ ജനിച്ചത്. 1885 ഏപ്രിൽ 27. 1885 ഏപ്രിൽ 27 വാഗ്ബടാനന്ദ ഗുരു ജനിച്ചത്. വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നും VK ഗുരുക്കൾ എന്നും അറിയപ്പെടുന്നത് ആരാണെന്ന് വെച്ചാൽ അതും വാഗ്ബടാനന്ദനാണ്. വയലേരി കുഞ്ഞിക്കണ്ണൻ, VK ഗുരുക്കൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് വാഗ്ബടാനന്ദനാണ്. ബാലഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാല് അത് വാഗ്ബടാനന്ദനാണ്. എന്താണ്? ബാലഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. എന്താണ്? മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ. അദ്ദേഹത്തിന്റെ പ്രധാന മാസികകൾ ഏതാണെന്ന് ചോദിച്ചാല് ശിവയോഗ വിലാസം, അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം, യജമാനൻ. അപ്പം ഏതൊക്കെയാണ്? ശിവയോഗ വിലാസം, അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം, യജമാനൻ. ഇനി എന്നാണ് ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത്? ആത്മവിദ്യാ സംഘം അത് 1917 ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് 1917. ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളെ കുറിച്ച് വിവരിക്കുന്ന കവിതയാണ് സ്വതന്ത്ര ചിന്താമണി. ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളെ കുറിച്ച് വിവരിക്കുന്ന കവിത ഏതാണെന്ന് ചോദിച്ചാല് അത് സ്വതന്ത്ര ചിന്താമണി. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അത് ക്യാൻസൽ ആണ്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത്? പ്രസ്താവന വായിക്കാം. സവർണ ജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ്. രണ്ടാമത്തെ പ്രസ്താവന, EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. മൂന്നാമത്തെ പ്രസ്താവന
പറയുന്നത് സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. 4ാമത്തെ പ്രസ്താവന ക്ഷേത്ര പ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1ഉം 2ഉം 3ഉം മാത്രമാണ്. സവർണ ജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്നതാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി എന്ന് പറയുന്നത്. ഇനി എന്നാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്? വൈക്കം സത്യാഗ്രഹം അത് 1924 മാർച്ച് 30-നാണ് കേട്ടോ. 1924 മാർച്ച് 30-നാണ് ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാ? ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം അത് വൈക്കം സത്യാഗ്രഹമാണ് കേട്ടോ. ഇനി വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആരാണ്? വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് അത് ശ്രീമൂലം തിരുനാളാണ് കേട്ടോ. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാല് അത് ശ്രീമൂലം തിരുനാളാണ്. ഇനി ചോദിക്കാം, മധുരയിൽ വൈക്കം സത്യാഗ്രഹ ജാഥ നയിച്ചതാരാണ്? മധുരയില് വൈക്കം സത്യാഗ്രഹ ജാഥ നയിച്ചതാരാണ്? അത് EV രാമസ്വാമി നായ്ക്കരാണ്. മധുരയില് വൈക്കം സത്യാഗ്രഹ ജാഥ നയിച്ചത് ആരാണെന്ന് ചോദിച്ചാല് അത് EV രാമസ്വാമി നായ്ക്കരാണ് കേട്ടോ. വൈക്കം ഹീറോ, പെരിയോർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാലും അത് EV രാമസ്വാമി നായ്ക്കരാണ്. ഈ സവർണ ജാഥ നടന്ന വർഷം എന്നാണ്? സവർണ ജാഥ അതും 1924 നവംബർ 1-നാണ്. 1924 നവംബർ 1-നാണ്. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നടത്തി നവോത്ഥാന നായകൻ ആരാണ്? അത് മന്നത്ത് പത്മനാഭനാണ് കേട്ടോ. മന്നത്ത് പത്മനാഭൻ. ഇനി വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ അവർണ ഹിന്ദുക്കൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നായിരുന്നു സമരത്തിന്റെ ലക്ഷ്യം. എന്താണ്? വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ അവർണ ഹിന്ദുക്കൾക്ക് കൂടി സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നായിരുന്നു സമരത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത്. പ്രസ്താവന വായിക്കാം. പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, തുഹത്തുൽ മുവാഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്, സതിഹിത ബോധിനി. ഈ പറഞ്ഞവയില് രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏതാണ്? അത് ഓപ്ഷൻ ഡി 4 മാത്രമാണ് കേട്ടോ. സതിഹിത ബോധിനി അത് രാജാറാം മോഹൻ റോയിയുടെ അല്ല. അദ്ദേഹത്തിന്റെ കൃതികൾ ഒന്നുകൂടെ പരിചയപ്പെടാം. പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, തുഹത്തുൽ മുവാഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. ഇനി ബ്രഹ്മസമാജ സ്ഥാപകനാണ് ആരാ? ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ അത് രാജാറാം മോഹൻ റോയി ആണ്. രാജാറാം മോഹൻ റോയിക്ക് രാജ എന്ന ബഹുമതി നൽകിയ മുഗൾ രാജാവ് ആരാണ്? രാജാറാം മോഹൻ റോയിക്ക് രാജ എന്ന ബഹുമതി നൽകിയ മുഗൾ രാജാവ് ആരാണെന്ന് ചോദിച്ചാല് അത് അക്ബർ ഷാ സെക്കൻഡ് ആണ് കേട്ടോ. അക്ബർ ഷാ സെക്കൻഡ്. ഇനി ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് രാജാറാം മോഹൻ റോയി വിശേഷിപ്പിച്ചത് കേട്ടോ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയി ആണ്. അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ. ഇനി അദ്ദേഹത്തിന്റെ 2 പത്രങ്ങളുണ്ട്, സമ്പാദ് കൗമുദിയും മിറാത്തുൽ അക്ബറും. രാജാറാം മോഹൻ റോയിയുടെ പത്രങ്ങളാണ് സമ്പാദ് കൗമുദി, മിറാത്തുൽ അക്ബർ. ഈ സമ്പാദ് കൗമുദി രചിച്ച ഭാഷ ഏതാണ്? ഏത് ഭാഷയിലാണ്? അത് ബംഗാളി ഭാഷയിലാണ് കേട്ടോ. സമ്പാദ് കൗമുദി ബംഗാളി ഭാഷയിലും മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയിലുമാണ്. അപ്പൊ 7ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. കേരള മീഡിയ അക്കാദമി തൃശ്ശൂര്, ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂര്, കേരള ലളിതകലാ അക്കാദമി കാക്കനാട്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് തിരുവനന്തപുരവും, കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് കണ്ണൂരാണ് കേട്ടോ. ഇനി കേരള മീഡിയ അക്കാദമിയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? കേരള മീഡിയ അക്കാദമിയുടെ ആസ്ഥാനം അത് കാക്കനാടാണ് കേട്ടോ. കാക്കനാട്. കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം അത് ചെമ്പുക്കാവ് തൃശ്ശൂരാണ്. കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം ചോദിച്ചാല് ചെമ്പുക്കാവ് തൃശ്ശൂര്. നിലവിലെ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ്? നിലവിൽ കേരള ലളിതകലാ അക്കാദമി ചെയർമാന് അത് മുരളി ചീരോത്താണ് കേട്ടോ. നിലവിലെ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ അത് മുരളി ചീരോത്താണ്.
ഇനി കേരള ഫോക്ലോർ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അതാരാ? കേരള ഫോക്ലോർ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് OS ഉണ്ണികൃഷ്ണനാണ്. OS ഉണ്ണികൃഷ്ണൻ. ഇനി കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നിലവിലെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാല് അത് K മധു ആണ് കേട്ടോ, K മധു. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? പ്രസ്താവന പറയാം. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലി. ആണോ? ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920-ലാണ്. ശരിയാണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. അതും ശരിയാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഇനി ഗാന്ധിജി തന്റെ വിദ്യാഭ്യാസ ആശയങ്ങൾ പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? ഗാന്ധിജി തന്റെ വിദ്യാഭ്യാസ ആശയങ്ങൾ പ്രസിദ്ധീകരിച്ച പത്രം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാ? അത് ഹരിജനാണ് കേട്ടോ, ഹരിജൻ. ഇനി ചോദിക്കാം, ഗാന്ധിജി തന്റെ അമ്മ എന്ന് വിശേഷിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥം ഏതാണ്? ഗാന്ധിജി തന്റെ അമ്മ എന്ന് വിശേഷിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥം അത് ഭഗവത്ഗീതയാണ്, ഭഗവത്ഗീത കേട്ടോ. ഇനി 1920-ലെ ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിന്റെ ലക്ഷ്യം എന്താണ്? 1920-ലെ ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിന്റെ ലക്ഷ്യം അത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണമാണ് കേട്ടോ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണമാണ്. ഇനി ചോദിക്കാം, 8 ഓസ്കാറുകൾ ലഭിച്ച ഗാന്ധി എന്ന ഇംഗ്ലീഷ് സിനിമയുടെ സംവിധായകൻ ആരാണ്? 8 ഓസ്കാറുകൾ ലഭിച്ച ഗാന്ധി എന്ന ഇംഗ്ലീഷ് സിനിമയുടെ സംവിധായകൻ ആരാണ്? അത് റിച്ചാർഡ് ആറ്റൻബറോ ആണ് കേട്ടോ, റിച്ചാർഡ് ആറ്റൻബറോ ആണ്. ഇനി ചോദിക്കാം, ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിത അനുഭവങ്ങളുടെ ചലച്ചിത്ര ആവിഷ്കാരം ഏതാണ്? ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിത അനുഭവങ്ങളുടെ ചലച്ചിത്ര ആവിഷ്കാരം ഏതാണ്? അത് മേക്കിംഗ് ഓഫ് മഹാത്മയാണ്. മേക്കിംഗ് ഓഫ് മഹാത്മ സംവിധാനം ചെയ്തത് ശ്യാം ബെനഗലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഇത്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ജനീവ ശരിയാണോ? നാറ്റോ ബ്രസൽസ്, ഗ്രീൻ പീസ് ആംസ്റ്റർഡാം, ഇന്റർപോൾ ലിയോണ് അതും ശരിയാണ് കേട്ടോ. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഇനി ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം അത് മനില, ഫിലിപ്പീൻസ് ആണ് കേട്ടോ. ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായി 1966 രൂപീകരിച്ച സംഘടനയാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. എന്താണ്? ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായി 1966 രൂപീകരിച്ച സംഘടന ഏതാണെന്ന് ചോദിച്ചാല് അത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. ഇനി നിലവിലെ അംഗരാജ്യങ്ങൾ, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? അത് 69 ആണ് കേട്ടോ. നിലവിലെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം എത്രയാണെന്ന് വെച്ചാൽ അത് 69. 69ാമത് അംഗമായ രാജ്യം ഏതാണ്? അത് ഇസ്രായേൽ. 69ാമത് അംഗമായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാല് അത് ഇസ്രായേലാണ് കേട്ടോ. ഇത് ചോദിക്കാം, 58ാമത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഉച്ചകോടി 2025 നടന്ന സ്ഥലം എവിടെയാണ്? 58ാമത് ADB ഉച്ചകോടി നടന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇറ്റലിയാണ്, ഇറ്റലിയിലെ മിലൻ. ഇനി അന്നത്തെ തീം എന്തായിരുന്നു എന്ന് ചോദിച്ചാല് ഷെയറിംഗ് എക്സ്പീരിയൻസ് ബിൽഡിംഗ് ടുമാറോ. എന്താണ്? ഷെയറിംഗ് എക്സ്പീരിയൻസ് ബിൽഡിംഗ് ടുമാറോ. ഇനി എന്താണ് നാറ്റോ സ്ഥാപിതമായ വർഷം? നാറ്റോ സ്ഥാപിതമായ വർഷം അത് 1949 ഏപ്രിൽ 4-ലാണ് കേട്ടോ. 1949 ഏപ്രിൽ 4-നാണ് നാറ്റോ സ്ഥാപിതമായിട്ടുള്ള വർഷം. അപ്പം നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ്, ഗ്രീൻ പീസിന്റെ ആസ്ഥാനം ആംസ്റ്റർഡാം, ഇന്റർപോളിന്റെ ആസ്ഥാനം ലിയോണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഓപ്ഷൻ വായിക്കാം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ബി BR അംബേദ്കർ, ഓപ്ഷൻ സി അബുൽ കലാം ആസാദ്, ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. ആരാണ് അത്? ഓപ്ഷൻ സി അബുൽ കലാം ആസാദ്. മൗലാന അബുൽ കലാം ആസാദ്. അത് മൗലാന അബുൽ കലാം ആസാദ് ആണ് കേട്ടോ, മൗലാന അബുൽ കലാം ആസാദ്. ഇനി ഇന്ത്യ ഡിവൈഡഡ് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഇന്ത്യ ഡിവൈഡഡ് അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ആണ് കേട്ടോ. ഇന്ത്യ ഡിവൈഡഡ് എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ സംബ്രാമതി, ഓപ്ഷൻ ബി തെമ്പു, ഓപ്ഷൻ സി കാങ്ഡോ, ഓപ്ഷൻ ഡി നംചബർവ.
ഏതാണ്? അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതാ? അത് ഓപ്ഷൻ ഡി നംച ബർവയാണ് കേട്ടോ, നംച ബർവ. ഇനി ചോദിക്കാം, നദീ താഴ്വരകളെ അടിസ്ഥാനമാക്കി ഹിമാലയത്തെ 4 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണെന്ന് വെച്ചാൽ പഞ്ചാബ് ഹിമാലയം, കുമയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, അസം ഹിമാലയം. ഇനി പഞ്ചാബ് ഹിമാലയം ഏതൊക്കെ നദികൾക്കിടയിലാണ്? പഞ്ചാബ് ഹിമാലയം അത് സിന്ധു സത്ലജ് ആണ് കേട്ടോ, സിന്ധു സത്ലജ്. ഇനി കുമയൂൺ ഹിമാലയം ഏത് നദികൾക്കിടയിലാണ്? കുമയൂൺ ഹിമാലയം അത് സത്ലജ് കാളി. കുമയൂൺ ഹിമാലയം സത്ലജ് കാളി. നേപ്പാൾ ഹിമാലയം ഏത് നദികൾക്കിടയിലാണ്? ഇത് കാളി ടീസ്റ്റ. അസം ഹിമാലയം ഏതൊക്കെ നദികൾക്കിടയിലാണെന്ന് ചോദിച്ചാല് അത് ടീസ്റ്റ ബ്രഹ്മപുത്രയാണ് കേട്ടോ. ഒന്നുകൂടെ പറയാം, പഞ്ചാബ് ഹിമാലയം സിന്ധു സത്ലജ് നദികൾക്കിടയിൽ, കുമയൂൺ ഹിമാലയം സത്ലജ് കാളി നദികൾക്കിടയിൽ, നേപ്പാൾ ഹിമാലയം കാളി ടീസ്റ്റ നദികൾക്കിടയിൽ, അസം ഹിമാലയം ടീസ്റ്റ ബ്രഹ്മപുത്ര നദികൾക്കിടയിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏത്? ഓപ്ഷൻ വായിക്കാൻ, ടെറായി, എസ്തർ, കരേവ, ബാബർ. അത് ഓപ്ഷൻ സി കരേവയാണ് കേട്ടോ, ഓപ്ഷൻ സി കരേവ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം. ഓപ്ഷൻ വായിക്കുക, ഓപ്പൺ കാസ്റ്റ് മൈനിങ്, ബി ഹൈവാൾ മൈനിങ്, സി റാറ്റ് ഹോൾ മൈനിങ്, ഡി പ്ലേസർ മൈനിങ്. ഏതാണ്? ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം. അത് ഓപ്ഷൻ സി റാറ്റ് ഹോൾ മൈനിങ് ആണ് കേട്ടോ, റാറ്റ് ഹോൾ മൈനിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ്. ഓപ്ഷൻ വായിക്കുക, ഹേമറ്റൈറ്റ്, ബേരിയം സൾഫേറ്റ്, മഗ്നീഷ്യം, ടൈറ്റാനിയം ഓക്സൈഡ്. ഏതാണ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം? അത് ഓപ്ഷൻ ഡി ടൈറ്റാനിയം ഓക്സൈഡ് ആണ് കേട്ടോ. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി ടൈറ്റാനിയം ഓക്സൈഡ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ്. ഓപ്ഷൻ എ പ്രളയ സമതലങ്ങൾ, ഓപ്ഷൻ ബി എക്കൽ കോണുകൾ, ഓപ്ഷൻ സി മടഞ്ഞിട്ട അരുവികൾ, ഓപ്ഷൻ ഡി ഓക്സ്ബോ തടാകങ്ങൾ. അത് ഓപ്ഷൻ ഡി ഓക്സ്ബോ തടാകങ്ങളാണ്, ഓക്സ്ബോ തടാകങ്ങൾ. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ, നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻ വായിക്കുക, രാജസ്ഥാൻ, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്. അത് ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ് ആണ്. ഇനി കൂടംകുളം, കൂടംകുളം ഏത് സ്റ്റേറ്റിലാണ്? അത് തമിഴ്നാട്ടിലാണ്. കൈഗ എവിടെ, ഏത് സ്റ്റേറ്റിലാണ് കൈഗ? അത് കർണാടകയാണ്. കൈഗ കർണാടക. നറോറ UP. കക്രപാറ എവിടെ സ്ഥിതി ചെയ്യുന്നു, ഏത് സ്റ്റേറ്റിലാ? അത് ഗുജറാത്ത് ആണ്, ഗുജറാത്ത്. റവത് ഫട്ട ഏത് സംസ്ഥാനത്താണ്? റാവത്ത് ഫട്ട അത് രാജസ്ഥാനിലാണ്. താരാപൂർ മഹാരാഷ്ട്ര. അപ്പൊ ഒന്നുകൂടെ പറയാം, കൂടംകുളം തമിഴ്നാട്, കൈഗ കർണാടക, നറോറ ഉത്തർപ്രദേശ്, കക്രാപ്പാറ ഗുജറാത്ത്, റാവത്ത് ഫട്ട രാജസ്ഥാൻ, താരാപൂർ മഹാരാഷ്ട്ര. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത്. ഓപ്ഷൻ വായിക്കാം, കസാൻ റഷ്യ, ഓപ്ഷൻ ബി കെയ്റോ ഈജിപ്റ്റ്, ഓപ്ഷൻ സി ദുബായ് UAE, ഓപ്ഷൻ ഡി ബീജിംഗ് ചൈന. എവിടെയാണ് 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത്? അത് കസാൻ റഷ്യയാണ്. ഓപ്ഷൻ എ കസാൻ റഷ്യയാണ്. 2025 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി. 2025 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അത് റിയോ ഡി ജനീറോ ബ്രസീലാണ്, റിയോ ഡി ജനീറോ ബ്രസീല്. 2025 ബ്രിക്സ് കൂട്ടായ്മയിൽ പുതിയതായി അംഗത്വം നേടിയ രാജ്യം ഏതാണ്? 2025 ബ്രിക്സ് കൂട്ടായ്മയിൽ പുതിയതായി അംഗത്വം നേടിയ രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് ഇന്തോനേഷ്യയാണ് കേട്ടോ, ഇന്തോനേഷ്യ. നിലവില് എത്ര അംഗരാജ്യങ്ങളുണ്ട്? നിലവിൽ എത്ര അംഗരാജ്യങ്ങളുണ്ട്? അത് 10 ആണ്, 10 ബ്രിക്സില്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, ഗുർ, ഗണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ വായിക്കാം, ഇരുമ്പുരുക്ക് വ്യവസായം, ഓപ്ഷൻ ബി ടെക്സ്റ്റൈൽ വ്യവസായം, ഓപ്ഷൻ സി പഞ്ചസാര വ്യവസായം, ഓപ്ഷൻ ഡി രാസ വ്യവസായം. ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഓപ്ഷൻ സി പഞ്ചസാര വ്യവസായമാണ് കേട്ടോ, പഞ്ചസാര വ്യവസായം. ഇന്ത്യയില്
ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഇത് ഉത്തർപ്രദേശ് ആണ് കേട്ടോ, ഉത്തർപ്രദേശ്. എന്നാല് ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഫാക്ടറികളുള്ള സംസ്ഥാനം ചോദിച്ചാൽ ആരാണ്? ഏതാണ്? ഇന്ത്യയില് നിലവിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഫാക്ടറികൾ ഉള്ള സംസ്ഥാനം ചോദിച്ചാല് അത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. 2ാം സ്ഥാനം വരുന്നത് ഉത്തർപ്രദേശ് ആണ് കേട്ടോ. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ, അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ഓപ്ഷൻ വായിക്കാം. ആഗോള സുസ്ഥിര വികസനം, ഓപ്ഷൻ ബി രാജ്യാന്തര വനവൽക്കരണ പദ്ധതി, ഓപ്ഷൻ സി അന്തർദേശീയ സമുദ്രതട സംരക്ഷണം, ഓപ്ഷൻ ഡി പശ്ചിമഘട്ട വനവന്യജീവി സംരക്ഷണം. ഏതാണ്? അജണ്ട 21 എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? അത് ഓപ്ഷൻ എ ആണ്, ആഗോള സുസ്ഥിര വികസനമാണ്. അപ്പോ ആഗോള സുസ്ഥിര വികസനമാണ് അജണ്ട 21 എന്നത് സൂചിപ്പിക്കുന്നത് കേട്ടോ. ആഗോള സുസ്ഥിര വികസനം. അടുത്ത ക്വസ്റ്റ്യൻ, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏതു പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ 60 വയസ്സിൽ താഴെയുള്ളവർ, ഓപ്ഷൻ ബി 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും, ഓപ്ഷൻ സി 60 വയസ്സ് കഴിഞ്ഞ വനിതകൾ, ഓപ്ഷൻ ഡി പ്രായപരിധിയില്ല. ഏതാണ്? അത് ഓപ്ഷൻ ബി 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. അപ്പോൾ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധി ഉള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാല് 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ 2008, ഓപ്ഷൻ ബി 2005, ഓപ്ഷൻ സി 2010, ഓപ്ഷൻ ഡി 2015. അത് ഓപ്ഷൻ സി 2010 കേട്ടോ, 2010. ഇന്ത്യയിൽ ഹരിത ട്രൈബ്യൂണൽ പ്രവർത്തനം ആരംഭിച്ച തീയതി ചോദിച്ചാൽ 2010 ഒക്ടോബർ 18. ഇന്ത്യയിൽ ഹരിത ട്രൈബ്യൂണൽ പ്രവർത്തനം ആരംഭിച്ച തീയതി ചോദിച്ചാൽ 2010 ഒക്ടോബർ 18. ഇതെന്തിനു വേണ്ടിയിട്ടുള്ള കോടതിയാണെന്ന് ചോദിച്ചാല് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. എന്താണ്? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആണ് കേട്ടോ. ഇനി ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ആസ്ഥാനം എവിടെയാണ്? അത് ന്യൂഡൽഹിയാണ്, ന്യൂഡൽഹി. ഇനി ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിലവിൽ വരാൻ കാരണമായിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ചോദിച്ചാൽ അതേതാ? ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിലവിൽ വരാൻ കാരണമായിട്ടുള്ള ഭരണഘടനാ വകുപ്പ് അത് അനുച്ഛേദം 21 ആണ്. അനുച്ഛേദം 21. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ, ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ കേരളം, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി ഗോവ. അത് ഓപ്ഷൻ എ കേരളമാണ് കേട്ടോ. ഇത് ഓഫീസുകൾ, ബാങ്കുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് ഉച്ചഭക്ഷണം എത്തിക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ലഞ്ച് ബെൽ എന്ന് പറയുന്നത്. എന്താണ്? ഓഫീസുകൾ, ബാങ്കുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് ഉച്ചഭക്ഷണം എത്തിക്കുന്നതിനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് ലഞ്ച് ബെൽ പദ്ധതി എന്ന് പറയുന്നത്. ലഞ്ച് ബെൽ പദ്ധതി തുടക്കം കുറിച്ചത് 2024 കേട്ടോ, 2024. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? പ്രസ്താവന വായിക്കാം. തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ഫ്യൂഡൽ നികുതി നൽകുക. 3ാമത്തെ പ്രസ്താവന നികുതി നൽകാതിരിക്കുക. ബന്ധമില്ലാത്തത് ചോദിച്ചാല് അത് 2 മാത്രമാണ്, 2 മാത്രം. ഓപ്ഷൻ ബി ആണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരം ഏതാണെന്ന് വെച്ചാല് അതേതാ? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരം ഏതാണെന്ന് ചോദിച്ചാല് അത് നിസ്സഹകരണ സമരമാണ്. നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരം 2 തരം കർമ്മ പരിപാടികൾക്ക് അധിഷ്ഠിതമായിരുന്നു കേട്ടോ. നിസ്സഹകരണ സമരം 2 തരം കർമ്മ പരിപാടികൾക്ക് അധിഷ്ഠിതമായിരുന്നു. ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങളും. ഇനി ഏതൊക്കെയാണ് ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ നോക്കാം. വിദേശ വസ്ത്ര ബഹിഷ്കരണം, നികുതി നിഷേധം, പദവികൾ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ, കോടതി ബഹിഷ്കരണം. ഏതൊക്കെയാണ്? വിദേശ വസ്ത്ര ബഹിഷ്കരണം, നികുതി നിഷേധം, പദവികൾ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ, കോടതി ബഹിഷ്കരണം. ഇതാണ് ബഹിഷ്കരണ പ്രവർത്തനങ്ങളിൽ വരുന്നത്. ക്രിയാത്മക പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് ഹിന്ദു മുസ്ലിം ഐക്യം വരുന്നുണ്ട്, ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം, ഐത്തോച്ചാടനം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ. അപ്പം നിസ്സഹകരണ സമരം 2 തരം കർമ്മ പരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു. ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങളും.
ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ വിദേശ വസ്ത്ര ബഹിഷ്കരണം, നികുതി നിഷേധം, പദവികൾ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ, കോടതി ബഹിഷ്കരണം. ഇനി ക്രിയാത്മക പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാല് ഹിന്ദു മുസ്ലിം ഐക്യം, ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം, ഐത്തോച്ചാടനം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ എ അരുൾനൂൽ, ഓപ്ഷൻ ബി ആദിഭാഷ, ഓപ്ഷൻ സി വേദാധികാര നിരൂപണം, ഓപ്ഷൻ ഡി നവമഞ്ജരി. ഏതാണ് ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം? അത് ഓപ്ഷൻ ഡി നവമഞ്ജരിയാണ്. അരുൾനൂൽ എന്ന കൃതി രചിച്ചത് ആരാണ്? അരുൾനൂൽ അത് വൈകുണ്ഠ സ്വാമികളുടെയാണ്. അരുൾനൂൽ എന്ന കൃതി രചിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ആദിഭാഷ എന്ന കൃതി രചിച്ചത് ആരാണ്? ആദിഭാഷ അത് ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. അവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിച്ച് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് വേദാധികാര നിരൂപണമാണ്. എന്താണ്? അവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിച്ച് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് വേദാധികാര നിരൂപണമാണ്. ചട്ടമ്പി സ്വാമികളെ ആദരിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് ഈ നവമഞ്ജരി എന്ന് പറയുന്നത് കേട്ടോ. ചട്ടമ്പി സ്വാമികളെ ആദരിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏതാണെന്ന് ചോദിച്ചാല് അത് നവമഞ്ജരിയാണ്. നവമഞ്ജരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഷോട്ടുഗായി, ഓപ്ഷൻ ബി ലോത്തൽ, ഓപ്ഷൻ സി ധോളവീര, ഓപ്ഷൻ ഡി ചാൻ ഹുദാരോ. ഏതാണ് ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണെന്ന് വെച്ചാല് അത് ഓപ്ഷൻ സി ധോളവീരയാണ്. ധോളവീര. ഈ ഷോട്ടുഗായി എന്ന് പറയുന്നത് സിന്ധു നദീതട നാഗരികതയുടെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമാണ്. എന്താണ്? സിന്ധു നദീതട നാഗരികതയുടെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രം ഏതാണെന്ന് വെച്ചാല് അതാണ് ഷോട്ടുഗായി. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇനി സിന്ധു നദീതടത്തിൽ കോട്ടയില്ലാത്ത ഒരേ ഒരു നഗരമാണ് ഏതാ? ചാൻ ഹുദാരോ എന്ന് പറയുന്നത്. സിന്ധു നദീതടത്തിൽ കോട്ടയില്ലാത്ത ഒരേ ഒരു നഗരം ഏതാണെന്ന് ചോദിച്ചാല് അത് ചാൻ ഹുദാരോ ആണ്. ചാൻ ഹുദാരോ. സിന്ധു നദീതട നാഗരികതയിലെ ഇന്ത്യയിലെ തുറമുഖ നഗരം ഏതാണ്? സിന്ധു നദീതട നാഗരികതയിലെ ഇന്ത്യയിലെ തുറമുഖം ഏതാണെന്ന് ചോദിച്ചാല് അത് ലോത്തലാണ്. അപ്പം സിന്ധു നദീതട നാഗരികതയുടെ ഒരേ ഒരു പ്രധാന വ്യാപാര കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഷോട്ടുഗായി. സിന്ധു നദീതടത്തിൽ കോട്ടയില്ലാത്ത ഒരേ ഒരു നഗരമാണ് ചാൻ ഹുദാരോ. സിന്ധു നദീതട നാഗരികതയിലെ ഇന്ത്യയിലെ പ്രധാന തുറമുഖ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ലോത്തല്. ലോത്തല് ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നു കേട്ടോ. ഇനി ധോളവീര സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിക്കാം. അത് ലൂണിയാണ്. ധോളവീര സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണെന്ന് ചോദിച്ചാല് അത് ലൂണി നദീതീരമാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? പ്രസ്താവന വായിക്കാം. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു. രണ്ടാമത്തെ പ്രസ്താവന ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. മൂന്നാമത്തെ പ്രസ്താവന 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു. ആണോ? ശരിയാണോ? അത് തെറ്റാണ്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. ശരിയാണോ? അത് ശരിയാണ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 1 മാത്രമാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. ഇനി നോക്കാം. ഗുലാംഗിരി എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? ഗുലാംഗിരി അത് ജ്യോതിറാവു ഫുലെയാണ്. ഗുലാംഗിരി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണെന്ന് ചോദിച്ചാല് അത് ജ്യോതിറാവു ഫുലെ. ജ്യോതിറാവു ഫുലെയാണ് കേട്ടോ. ഗുലാംഗിരി എന്ന വാക്കിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാല് അത് അടിമത്തം എന്നാണ്. ഗുലാംഗിരി എന്ന വാക്കിന്റെ അർത്ഥം അടിമത്തം എന്നാണ്. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ. പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ്? പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതി, ഓപ്ഷൻ ബി പ്രേംചന്ദ്, ഓപ്ഷൻ സി സത്യേന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ ഡി വള്ളത്തോള്. പാഞ്ചാലി ശപഥം അത് ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതിയാണ്. സുബ്രഹ്മണ്യ ഭാരതി. അദ്ദേഹത്തിന്റെ മറ്റ് പ്രധാന കൃതികളാണ് പാഞ്ചാലി ശപഥം, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്, കളിപ്പാട്ട്. ഇതൊക്കെ ആരുടെയാണ്? സുബ്രഹ്മണ്യ ഭാരതിയുടെ പ്രധാന കൃതികളാണ് കേട്ടോ. പാഞ്ചാലി ശപഥം, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്, കളിപ്പാട്ട് എന്നൊക്കെ പറയുന്നത് സുബ്രഹ്മണ്യ ഭാരതിയുടെ പ്രധാന കൃതികളാണ്. ഇനി കുറച്ച് കൃതികളും കർത്താക്കളും നോക്കാം. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. ഇത് ആരുടെ കൃതികളാണ്? അത് പ്രേംചന്ദിന്റെയാണ് കേട്ടോ. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നൊക്കെ പറയുന്നത് പ്രേംചന്ദിന്റെയാണ്. ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചാൽ അത്
ഹിന്ദി ഭാഷയിലാണ്, ഹിന്ദി ഭാഷയിൽ. ഇനി എന്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ. എന്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ. അത് വള്ളത്തോളിന്റെ ആണ്, മലയാള ഭാഷയിലാണ് കേട്ടോ. ഗോര ഗീതാഞ്ജലി. ഇതാരുടെ കൃതിയാണ്? ഗോര ഗീതാഞ്ജലി. അത് ടാഗോറിന്റെ ആണ്, ബംഗാളി ഭാഷയിലാണ് കേട്ടോ. ഗോര ഗീതാഞ്ജലി ടാഗോറിന്റെ ആണ്, ബംഗാളി ഭാഷയിലാണ്. ഇനി നിബന്ധമാല. നിബന്ധമാല ആരുടെയാണ്? നിബന്ധമാല അത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കലാണ് കേട്ടോ. അത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കലാണ്, മറാത്തി ഭാഷയിലാണ്, മറാത്തി ഭാഷയില്. ഹയാത്ത് ഇ സാദി ഹയാത്ത് ഇ ജവീദ്. അത് ആരുടെയാണ്? ഹയാത്ത് ഇ സാദി ഹയാത്ത് ഇ ജവീദ്. അത് അൽത്താഫ് ഹുസൈൻ ഹാലിയുടെയാണ്. അൽത്താഫ് ഹുസൈൻ ഹാലി ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചാല് അത് ഉറുദു ഭാഷയിലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ വീരേശലിംഗം പന്തലു, ഓപ്ഷൻ ബി ദയാനന്ദ സരസ്വതി, ഓപ്ഷൻ സി ജ്യോതിറാവ് ഫുലെ, ഓപ്ഷൻ ഡി ഇ വി രാമസ്വാമി നായ്ക്കർ. ആരാ? അത് ഓപ്ഷൻ ഡി ഇ വി രാമസ്വാമി നായ്ക്കറാണ് കേട്ടോ. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചാല് അത് ഇ വി രാമസ്വാമി നായ്ക്കറാണ്. ഇനി സത്യശോധക സമാജം ആരാണ് സ്ഥാപിച്ചത്? സത്യശോധക സമാജം അത് ജ്യോതിറാവ് ഫുലെയാണ്. സത്യശോധക സമാജ സ്ഥാപകൻ ആരാണെന്ന് വെച്ചാൽ അത് ജ്യോതിറാവ് ഫുലെ. ഹിതകാരിണി സമാജം, ഹിതകാരിണി സമാജം അത് വീരേശലിംഗമാണ് കേട്ടോ. ഹിതകാരിണി സമാജം വീരേശലിംഗമാണ്. ഇനി തിയോസഫിക്കൽ സൊസൈറ്റി ആരാണ് സ്ഥാപിച്ചത്? തിയോസഫിക്കൽ സൊസൈറ്റി അത് ആനി ബസന്റ് ആണ്, ആനി ബസന്റ്. ഇനി പ്രാർത്ഥനാ സമാജം, അതിന്റെ സ്ഥാപകൻ ആരാണ്? പ്രാർത്ഥനാ സമാജം അത് ആത്മാറാം പാണ്ഡുരംഗാണ് കേട്ടോ. ആത്മാറാം പാണ്ഡുരംഗാണ്. അലിഗഡ് പ്രസ്ഥാനം, അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? അത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് കേട്ടോ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ ഇ വി രാമസ്വാമി നായ്ക്കർ. സത്യശോധക സമാജം ജ്യോതിറാവ് ഫുലെ. ഹിതകാരിണി സമാജം വീരേശലിംഗം. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകനാണ് ആനി ബസന്റ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. അലിഗഡ് പ്രസ്ഥാനം അത് സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം. ഓപ്ഷൻ വായിക്കാം. മഹാരാഷ്ട്ര, തെലങ്കാന, ഉത്തർപ്രദേശ്, തമിഴ്നാട്. ഇതാണ് അത് ഓപ്ഷൻ ബി തെലങ്കാനയാണ് കേട്ടോ. തെലങ്കാന. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു, ചേരുംപടി ചേർക്കാൻ. അപ്പം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എത്ര തൊട്ട് എത്ര വരെയുള്ള വകുപ്പിലാ പറയുന്നത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അത് 19 മുതൽ 22 വരെയാണ് കേട്ടോ. 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്നത്. സമത്വത്തിനുള്ള അവകാശം എവിടെ മുതൽ എവിടം വരെയാണ്? അത് 14 മുതൽ 18 വരെ. 14 to 18. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അത് 25 മുതൽ 28 വരെ. മതസ്വാതന്ത്ര്യം 25 മുതൽ 28 വരെയാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം അത് 23 മുതൽ 24 വരെയുള്ള വകുപ്പുകളാണ്. അപ്പൊ ഒന്നുകൂടെ പറയാം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയുള്ള വകുപ്പുകളിൽ പറയുന്നുണ്ട്. സമത്വത്തിനുള്ള അവകാശം പറയുന്നത് 14 മുതൽ 18 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളാണ് കേട്ടോ. മതസ്വാതന്ത്ര്യം 25 മുതൽ 28 വരെയുള്ള വകുപ്പുകള്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം പറയുന്നത് 23 മുതൽ 24 വരെയുള്ള വകുപ്പുകളാണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ പോറ്റി ശ്രീരാമലു, ഓപ്ഷൻ ബി പിംഗലി വെങ്കയ്യ, ഓപ്ഷൻ സി വെങ്കട ചെല്ലയ്യ, ഓപ്ഷൻ ഡി പ്രേം ബിഹാരി നരേന്ദ്ര. ആരാ? അത് ഓപ്ഷൻ ബി പിംഗലി വെങ്കയ്യ ആണ് കേട്ടോ. പിംഗലി വെങ്കയ്യ. ഇനി പതാകകളെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പതാകകളെ കുറിച്ചുള്ള പഠനം അത് വെക്സിലോളജി എന്നറിയപ്പെടുന്നു. പതാകകളെ കുറിച്ചുള്ള പഠനമാണ് വെക്സിലോളജി എന്നറിയപ്പെടുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് എന്നാണ്? ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് അത് 1947 ജൂലൈ 22-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. ഇനി ത്രിവർണ പതാക കോൺഗ്രസ് അംഗീകരിച്ച സമ്മേളനം ഏതാണ്? ത്രിവർണ പതാകയെ കോൺഗ്രസ് അംഗീകരിച്ച സമ്മേളനം ഏതാണ്?
അത് 1931 കറാച്ചി സമ്മേളനമാണ് കേട്ടോ. ത്രിവർണ്ണ പതാകയെ കോൺഗ്രസ് അംഗീകരിച്ച സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാല് 1931 കറാച്ചി സമ്മേളനമാണ്. ഇനി ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്? ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്ന വർഷം ഇത് 2002 ആണ്. 2002 ജനുവരി 26 2002 ജനുവരി 26. ഇനി ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണെന്ന് വെച്ചാൽ അത് 3:2 ആണ്. ഇനി ചോദിക്കാം, 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തിയത് ആരാണ്? 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തിയത് ആരാണെന്ന് വെച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു. ഇനി ചോദിക്കാം, 1907 അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യൻ പതാക ഉയർത്തിയത് ആരാണ്? 1907 ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യൻ പതാക ഉയർത്തിയത് അത് മാഡം ഭിക്കാജി കാമയാണ് കേട്ടോ. മാഡം ഭിക്കാജി കാമ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? പ്രസ്താവന വായിക്കാം. ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. ശരിയാണോ? ശരിയാണ്. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. അതും ശരിയാണ്. ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഒന്നുകൂടെ പറയാം. ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ശരിയാണോ? ശരിയാണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി. ഇവയെല്ലാം ശരിയാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി, ഓപ്ഷൻ സി പ്രധാനമന്ത്രി, ഓപ്ഷൻ ഡി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ആരാണ്? അത് ഓപ്ഷൻ എ രാഷ്ട്രപതിയാണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഓപ്ഷൻ എ രാഷ്ട്രപതിയാണ് കേട്ടോ. ഇനി ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്ന അറിയപ്പെടുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. എന്താണ്? ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് കേട്ടോ. എന്നാണ് നിലവിൽ വന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം അത് 1993 ഒക്ടോബർ 12 1993 ഒക്ടോബർ 12 ആദ്യ ചെയർമാൻ അത് രംഗനാഥ മിശ്രയാണ് കേട്ടോ. രംഗനാഥ മിശ്ര. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനായ ആദ്യ മലയാളി ചോദിക്കും, അതാരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ടുള്ള ആദ്യ മലയാളി അതാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ഇനി ചോദിക്കും, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത ആരാണെന്ന്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് ജസ്റ്റിസ് ഫാത്തിമ ബീബിയാണ് കേട്ടോ. ഫാത്തിമ ബീബി. ഇപ്പോൾ ആരാ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്? അത് വി രാമസുബ്രഹ്മണ്യനാണ് കേട്ടോ. വി രാമസുബ്രഹ്മണ്യൻ. ഇനി നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാല് അത് രാഷ്ട്രപതിയാണ്. കാലാവധി എത്ര വർഷമാണ്? കാലാവധി അത് 3 വർഷം 70 വയസ്സ്. വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അത് കേന്ദ്ര സർക്കാരിനാണ് കേട്ടോ. കേന്ദ്ര സർക്കാരിനാണ്. അപ്പൊ ഒന്നുകൂടെ പറയാം. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ആദ്യ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് രംഗനാഥ മിശ്ര. ചെയർമാനായ ആദ്യ മലയാളി അത് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. അംഗമായ മലയാളി വനിതയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി കേട്ടോ. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കാലാവധി ചോദിച്ചാല് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. വാർഷിക റിപ്പോർട്ട് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. ഇപ്പോൾ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ വി രാമസുബ്രഹ്മണ്യൻ. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന വായിക്കാം. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ശരിയാണോ? ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അത് ശരിയാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സാണ്. അത് തെറ്റാണ് കേട്ടോ. തെറ്റാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1, 2 മാത്രമാണ്. ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. അപ്പൊ നോക്കാം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി എത്രയാണ്? അത് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് കേട്ടോ. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഏതാണോ ആദ്യം അത്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് ഏത്?
ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. എന്നാണ് നിലവിൽ വന്നത്? 2005 ഒക്ടോബർ 12-ന്. 2005 ഒക്ടോബർ 12-നാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ഇനി ചോദിക്കാം, വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് എത്രയാണ്? അത് 10 രൂപയാണ് കേട്ടോ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിഭാഗക്കാരെ അപേക്ഷാ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 10 രൂപയും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിഭാഗക്കാരെ അപേക്ഷാ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി ആരാണ്? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ആദ്യ വ്യക്തി അത് വജാഹത്ത് ഹബീബുള്ളയാണ് കേട്ടോ. വജാഹത്ത് ഹബീബുള്ള. ഇനി ചോദിക്കാം, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ആദ്യ വനിത ചോദിക്കാം. വനിത ആരാണ്? അത് ദീപക് സന്ധു ആണ് കേട്ടോ. ദീപക് സന്ധു. ഇനി ഇവരെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഒക്കെ രാഷ്ട്രപതിയാണ് കേട്ടോ. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. കാലാവധി ചോദിച്ചാല് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഇനി ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? അത് കേന്ദ്ര ഗവൺമെന്റിനാണ് കേട്ടോ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ വായിക്കാം. ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്. ഏതാണ്? അത് ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്ര സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വേണ്ടി 56 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ ഗാന്ധിയൻ ആരാണ്? അത് പോറ്റി ശ്രീരാമലു ആണ് കേട്ടോ. ആന്ധ്ര സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വേണ്ടി 56 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ ഗാന്ധിയനാണ് പോറ്റി ശ്രീരാമലു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ TN ശേഷൻ, ഓപ്ഷൻ ബി സുകുമാർ സെൻ, ഓപ്ഷൻ സി രംഗനാഥ മിശ്ര, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. ആരാണ്? അത് ഓപ്ഷൻ ബി സുകുമാർ സെൻ ആണ് കേട്ടോ. സുകുമാർ സെൻ. ഇനി ചോദിക്കാം, ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക വനിത. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക വനിത ആരാണ്? അത് VS രമാദേവിയാണ് കേട്ടോ. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ഏക വനിത ചോദിച്ചാൽ അത് VS രമാദേവിയാണ്. ഇന്ത്യയുടെ ഏറ്റവും കുറച്ചു കാലം ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നത് അതും VS രമാദേവിയാണ് കേട്ടോ. ഏറ്റവും കുറച്ചു കാലം ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നത് VS രമാദേവിയാണ്. ഇനി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നത് ആരാണ്? അത് KVK സുന്ദരമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നത് KVK സുന്ദരമാണ്. ഇനി ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക മലയാളി അതാരാണ്? ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക മലയാളി ആരാണ്? അത് TN ശേഷൻ ആണ് കേട്ടോ. TN ശേഷൻ. ഒന്നുകൂടെ പറയാം. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക വനിത അത് VS രമാദേവി. ഏറ്റവും കുറച്ചു കാലം ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നത് VS രമാദേവി. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നത് KVK സുന്ദരം. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് TN ശേഷൻ ആണ് കേട്ടോ. TN ശേഷൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട്. ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്, ഓപ്ഷൻ ബി മാൻഡമസ്, ഓപ്ഷൻ സി കോ വാറന്റ്, ഓപ്ഷൻ ഡി സെർഷ്യോററി. അത് ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ് ആണ് കേട്ടോ. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന അനുച്ഛേദം ഏതാണ്? അത് 32 ആണ് കേട്ടോ. ഹൈക്കോടതിയോ? ഹൈക്കോടതി അത് 226 ആണ്. 226. പൊതു സ്ഥാപനങ്ങൾക്കെതിരെയും സ്വകാര്യ വ്യക്തികൾക്കെതിരെയും ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാം. എന്താണ്? പൊതു സ്ഥാപനങ്ങൾക്കെതിരെയും സ്വകാര്യ വ്യക്തികൾക്കെതിരെയും ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏതു കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഓപ്ഷൻ വായിക്കാം. ഗീതാഞ്ജലി, ഓപ്ഷൻ ബി ആനന്ദമഠം, ഓപ്ഷൻ സി മധുശാല, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഏതാണ്? അത് ഓപ്ഷൻ ബി ആനന്ദമഠമാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരല്ല? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. ആരൊക്കെയാണ്? അത് ഓപ്ഷൻ ഡി ഇവരെല്ലാമാണ് കേട്ടോ. ഇവരെല്ലാം വരുന്നുണ്ട്. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകൾ ആരൊക്കെയാണെന്ന് നോക്കാം. അത് അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ഹൻസ ജീവരാജ് മേത്ത, ലീല റോയി, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു, വിജയലക്ഷ്മി പണ്ഡിറ്റ്, ബീഗം
ഐസാസ് റസൂല്, ആനി മസ്ക്രിൻ, ദുർഗാബായി ദേശ്മുഖ്, കമല ചൗധരി, മാലതി ചൗധരി, രേണുക റായ്, സുജേത കൃപലാനി, പൂർണിമ ബാനർജി. ഒന്നുകൂടെ പറയാം. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ഹൻസ ജീവരാജ് മേത്ത, ലീല റോയി, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു, വിജയലക്ഷ്മി പണ്ഡിറ്റ്, ബീഗം ഐസാസ് റസൂല്, ആനി മസ്ക്രിൻ, ദുർഗാബായി ദേശ്മുഖ്, കമല ചൗധരി, മാലതി ചൗധരി, രേണുക റായ്, സുജേത കൃപലാനി, പൂർണിമ ബാനർജി. ഇവരെല്ലാം ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകളാണ്. ഇനി ചോദിക്കാം, ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക മുസ്ലിം വനിത ആരാണ്? ഏക മുസ്ലിം വനിത? അത് ബീഗം ഐസാസ് റസൂൽ ആണ് കേട്ടോ. ബീഗം ഐസാസ് റസൂൽ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ബേപ്പൂർ കായൽ, ഓപ്ഷൻ ബി ചേറ്റുവ കായൽ, ഓപ്ഷൻ സി ചിത്താരി കായൽ, ഓപ്ഷൻ ഡി വേമ്പനാട് കായൽ. ഏതാണ്? അത് ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായലാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലാണ് വേമ്പനാട്ട് കായൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലാണ് വേമ്പനാട്ട് കായൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം. ഓപ്ഷൻ വായിക്കാം. പൊന്തച്ചാടൻ, ഓപ്ഷൻ ബി ബുദ്ധമയൂരി, ഓപ്ഷൻ സി പുള്ളിയാർ, ഓപ്ഷൻ ഡി ചീനപ്പൊട്ടൻ. ഏതാണ്? അത് ഓപ്ഷൻ ബി ബുദ്ധമയൂരിയാണ്. കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭമായ ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ശാസ്ത്രീയ നാമം അത് പാപ്പിലിയോ ബുദ്ധ എന്നാണ് കേട്ടോ. പാപ്പിലിയോ ബുദ്ധ. ഇനി കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം അത് കരിമീനാണ്. കരിമീന്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ കബനി, ഓപ്ഷൻ ബി പെരിയാറ്, ഓപ്ഷൻ സി ഭാരതപ്പുഴ, ഓപ്ഷൻ ഡി പമ്പ. അത് ഓപ്ഷൻ എ കബനിയാണ് കേട്ടോ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് കബനി, ഭവാനി, പാമ്പാറ് കേട്ടോ. ഈ കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം അത് നാഗർഹോള ദേശീയോദ്യാനം. നാഗർഹോള ദേശീയോദ്യാനമാണ് കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം കേട്ടോ. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? തൂവാനം വെള്ളച്ചാട്ടം അത് പാമ്പാർ നദിയിലാണ് കേട്ടോ. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? മുക്കാലി തടയണ അത് ഭവാനി നദിയിലാണ് കേട്ടോ. ഭവാനി. മുക്കാലി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഭവാനി നദിയിലാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ HS പ്രണോയി, ഓപ്ഷൻ ബി അനിഷ് അഗർവാല, ഓപ്ഷൻ സി വിഷ്ണു ശരവണ, ഓപ്ഷൻ ഡി PR ശ്രീജേഷ്. അത് ഓപ്ഷൻ ഡി PR ശ്രീജേഷ് ആണ് കേട്ടോ. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരമാണ് ഓപ്ഷൻ ഡി PR ശ്രീജേഷ്. ഇനി 2024 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? 2024 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണെന്ന് ചോദിച്ചാല് അത് PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ് കേരളത്തിന്റെ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് കേട്ടോ. കേരളത്തിലെ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണെന്ന് ചോദിച്ചാല് അതും PR ശ്രീജേഷ് ആണ്. 2025 അദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏത്? ഓപ്ഷൻ എ ആന, ഓപ്ഷൻ ബി കാണ്ടാമൃഗം, ഓപ്ഷൻ സി വരയാട്, ഓപ്ഷൻ ഡി പുലി. ഏതാണ്? അത് ഓപ്ഷൻ സി വരയാടാണ് കേട്ടോ. വരയാട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ തുള്ളൽ, ഓപ്ഷൻ ബി മോഹിനിയാട്ടം, ഓപ്ഷൻ സി രാമനാട്ടം, ഓപ്ഷൻ ഡി തെയ്യം. അത് ഓപ്ഷൻ സി രാമനാട്ടമാണ് കേട്ടോ. കഥകളിയുടെ ആദ്യകാല രൂപമായ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് അത് കൊട്ടാരക്കര തമ്പുരാനാണ് കേട്ടോ. കൊട്ടാരക്കര തമ്പുരാനാണ്. കേരളത്തിന്റെ തനത് കലാരൂപമാണ് കഥകളി എന്നറിയപ്പെടുന്നത്. കേരളത്തിന്റെ തനത് കലാരൂപമാണ് കഥകളി എന്നറിയപ്പെടുന്നത്. കലകളുടെ രാജാവ്, രാജാക്കന്മാരുടെ കല എന്നിങ്ങനെ അറിയപ്പെടുന്ന കലാരൂപം ഏതാണെന്ന് ചോദിച്ചാല് അത് കഥകളിയാണ് കേട്ടോ. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? ടോട്ടൽ തിയേറ്റർ അത് കഥകളിയാണ്. കഥകളി. കഥകളിയുടെ ആദ്യ ചടങ്ങ് ഏത് പേരിൽ അറിയപ്പെടുന്ന? കഥകളിയുടെ ആദ്യ ചടങ്ങ് അത് കേളികൊട്ടാണ്. കേളികൊട്ട് കേട്ടോ. അവസാന ചടങ്ങ് ധനാശി. ഇനി കഥകളിയെ പുനരുജ്ജീവിപ്പിച്ച് ലോക ശ്രദ്ധ നേടിക്കൊടുത്ത മലയാള കവി ആരാണ്? കഥകളിയെ പുനരുജ്ജീവിപ്പിച്ച് ലോക ശ്രദ്ധ നേടിക്കൊടുത്ത മലയാള കവി ആരാണെന്ന് വെച്ചാൽ അത് വള്ളത്തോൾ നാരായണ മേനോനാണ്. വള്ളത്തോൾ നാരായണ മേനോനാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? അത് ഓപ്ഷൻ വായിക്കാം. ഭാരതപ്പുഴ,
ഓപ്ഷൻ ബി കോരപ്പുഴ, ഓപ്ഷൻ സി മീനച്ചിലാർ, ഓപ്ഷൻ ഡി മഞ്ചേശ്വരം പുഴ. ആ അത് ഓപ്ഷൻ ഡി മഞ്ചേശ്വരം പുഴയാണ് കേട്ടോ, മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം പുഴ. എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചാൽ 16 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം പുഴ. ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്ഭവിക്കുന്നത് അത് ബാലപ്പൂണി കുന്നുകളിൽ നിന്നാണ് കേട്ടോ, ബാലപ്പൂണി കുന്നുകള്. ഇനി പതിക്കുന്ന കായൽ ഏതാണെന്ന് ചോദിച്ചാല് മഞ്ചേശ്വരം പുഴ പതിക്കുന്ന കായൽ ഏതാണെന്ന് ചോദിച്ചാല് അത് ഉപ്പള കായലാണ്, ഉപ്പള കായൽ കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ചിങ്ങം 1, ഓപ്ഷൻ ബി നവംബർ 1, ഓപ്ഷൻ സി വൃശ്ചികം 1, ഓപ്ഷൻ ഡി മെയ് 1. അത് ഓപ്ഷൻ എ ചിങ്ങം 1 ആണ് കേട്ടോ, ചിങ്ങം 1. ഇനി ദേശീയ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം എന്നാണ്? ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് അത് ഡിസംബർ 23 ആരുടെ ജന്മദിനമാണ്? ആരുടെ ജന്മദിനമാണെന്ന് ചോദിച്ചാല് അത് ചൗധരി ചരൺ സിംഗിന്റെ ആണ് കേട്ടോ, ചൗധരി ചരൺ സിംഗിന്റെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കായംകുളം താപ വൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഡീസൽ, ഓപ്ഷൻ ബി നാഫ്ത, ഓപ്ഷൻ സി പെട്രോള്, ഓപ്ഷൻ ഡി മണ്ണെണ്ണ. അത് ഓപ്ഷൻ ബി നാഫ്തയാണ് കേട്ടോ. കായംകുളം താപ വൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണെന്ന് ചോദിച്ചാല് അത് ഓപ്ഷൻ ബി നാഫ്തയാണ്. കായംകുളം താപ വൈദ്യുത നിലയത്തിന്റെ ഔദ്യോഗിക നാമം എന്താണ്? ഔദ്യോഗിക നാമം ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാല് അത് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്ട് എന്നാണ്. എന്താണ്? രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്ട് എന്നാണ്. കായംകുളം താപ വൈദ്യുത നിലയം ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം എന്നാണെന്ന് വെച്ചാൽ അത് 1999 കേട്ടോ. കായംകുളം താപ വൈദ്യുത നിലയം ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷമാണ് 1999. ഇനി കായംകുളം താപനിലയത്തിലെ ശീതീകരണ പ്രവർത്തനങ്ങൾക്കായി പ്രധാനമായും ആശ്രയിക്കുന്ന നദി ഏതാണ്? കായംകുളം താപനിലയത്തിലെ ശീതീകരണ പ്രവർത്തനങ്ങൾക്കായി പ്രധാനമായും ആശ്രയിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാല് അത് അച്ചൻകോവിലാറാണ് കേട്ടോ, അച്ചൻകോവിലാറ്. ഇനി ചോദിക്കാം, കേരളത്തിലെ ആദ്യ ഡീസൽ പ്ലാന്റ് ഏതാണ്? കേരളത്തിലെ ആദ്യ ഡീസൽ പവർ പ്ലാന്റ് അത് ബ്രഹ്മപുരമാണ് കേട്ടോ, ബ്രഹ്മപുരം. രണ്ടാമത്തെ ഡീസൽ പവർ പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രണ്ടാമത്തെ ഡീസൽ പവർ പ്ലാന്റ് കേരളത്തിലെ അത് നല്ലളമാണ് കേട്ടോ, രണ്ടാമത്തെ. ഇനി കേരളത്തിൽ പ്രകൃതി വാതകം ഇന്ധനമായി ഉപയോഗിക്കുന്ന താപ വൈദ്യുത നിലയം ഏതാണ്? താപനിലയം കേരളത്തില് പ്രകൃതി വാതകം ഇന്ധനമായി ഉപയോഗിക്കുന്ന താപനിലയം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചീമേനി കാസർഗോഡാണ്, ചീമേനി കാസർഗോഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം? ഓപ്ഷൻ വായിക്കാം. വൈപ്പിൻ, ഓപ്ഷൻ ബി നീണ്ടകര, ഓപ്ഷൻ സി മുനമ്പം, ഓപ്ഷൻ ഡി വിഴിഞ്ഞം. ഏതാണ്? അത് ഓപ്ഷൻ ബി നീണ്ടകരയാണ് കേട്ടോ, നീണ്ടകര. കേരളത്തിൽ ഇൻഡോ നോർവീജിയൻ പ്രോജക്ട് നിലവിൽ വന്നത് എവിടെയാണ്? അത് നീണ്ടകര കൊല്ലമാണ് കേട്ടോ. കേരളത്തിൽ ഇൻഡോ നോർവീജിയൻ പ്രോജക്ട് നിലവിൽ വന്നത് എവിടെയാണെന്ന് വെച്ചാൽ അത് നീണ്ടകര കൊല്ലം 1953 1953. സമുദ്ര മത്സ്യ ഉൽപാദനം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? സമുദ്ര മത്സ്യ ഉൽപാദനം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചാല് അത് കൊല്ലം ജില്ലയാണ് കേട്ടോ, കൊല്ലം ജില്ല. കേരള മത്സ്യഫെഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള മത്സ്യഫെഡിന്റെ ആസ്ഥാനം അത് തിരുവനന്തപുരം. കേരള മത്സ്യഫെഡിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ് കേട്ടോ. കേരള സർക്കാരിന്റെ വനിതാ മത്സ്യത്തൊഴിലാളികൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? കേരള സർക്കാരിന്റെ വനിതാ മത്സ്യത്തൊഴിലാളികൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി അത് തീരമൈത്രിയാണ്, തീരമൈത്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1832 വയനാട്ടിൽ നടന്ന കുറിച്യർ ലഹളയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? പ്രസ്താവന വായിക്കാം. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. ശരിയാണ്. രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത്. തെറ്റാണ്. കലാപത്തെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. തെറ്റാണ്. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി ആയിരുന്നു. അത് ശരിയാണ്. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി 1ഉം 4ഉം മാത്രമാണ് കേട്ടോ. ഇനി വില്യം ലോഗൻ കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? മലബാറിലെ കാർഷിക പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി മദ്രാസ് സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ കേട്ടോ. മലബാറിലെ കാർഷിക പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ മദ്രാസ് സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാല് അത് വില്യം ലോഗൻ കമ്മീഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ നിഹോൺ ഹിൻഡാൻക്യോ, യുണൈറ്റഡ് നേഷൻ, സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസ്, ഓപ്ഷൻ ഡി വേൾഡ് ഫുഡ് പ്രോഗ്രാം. ഏതാണ്? അത് ഓപ്ഷൻ എ നിഹോൺ ഹിൻഡാൻക്യോ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി?
ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ വിയാപുരം, ഓപ്ഷൻ ബി കാരിച്ചാൽ ചുണ്ടൻ, ഓപ്ഷൻ സി നടുഭാഗ, ഓപ്ഷൻ ഡി പായിപ്പാടം ചുണ്ടൻ. ഏതാണ് അത്? ഓപ്ഷൻ ബി കാരിച്ചാൽ ചുണ്ടനാണ് കേട്ടോ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയിയാണ് ഓപ്ഷൻ ബി കാരിച്ചാൽ ചുണ്ടൻ. ഇനി 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ്? അതാണ് വിയാപുരം ചുണ്ടൻ കേട്ടോ. ഭാഗ്യചിഹ്നം ഏതാണ്? ഭാഗ്യചിഹ്നം ചോദിച്ചാല് കാത്തു എന്ന കാക്കത്തമ്പുരാട്ടിയാണ് കേട്ടോ. കാത്തു എന്ന കാക്കത്തമ്പുരാട്ടിയാണ് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. സെക്കൻഡ് കിട്ടിയത് ആർക്കാണ്? അത് നടുഭാഗം ചുണ്ടനാണ് കേട്ടോ. സെക്കൻഡ് ആയിട്ട് വിജയിച്ചത് നടുഭാഗം ചുണ്ടനാണ്. ഇനി ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന വള്ളംകളിയാണ് ഏത്? ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന വള്ളംകളിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി. ആദ്യകാലത്ത് അറിയപ്പെട്ട പേരെന്താണ്? അത് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളി എന്നാണ് കേട്ടോ. എന്നാണ് ഈ നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ചത്? എന്നാണ് വർഷം? 1952. അപ്പം 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിജയി ആരാണെന്ന് ചോദിച്ചാൽ വിയാപുരം ചുണ്ടനാണ്. കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് ഈ വിയാപുരം ചുണ്ടൻ തുഴഞ്ഞത് കേട്ടോ. കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് വിയാപുരം ചുണ്ടൻ വെള്ളം തുഴഞ്ഞത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ശ്രീനാരായണ ഗുരു, പ്രാചീന മലയാളം, ഓപ്ഷൻ ബി പറയുന്നത് ചട്ടമ്പി സ്വാമികൾ, അഖില തിരുട്ട്, ഓപ്ഷൻ സി വൈകുണ്ഠ സ്വാമികൾ, ദർശനമാല, ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ, ജാതിക്കുമ്മി. ശരിയായിട്ടുള്ള ജോഡി ഏതാണ്? അത് ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പനാണ് കേട്ടോ. പണ്ഡിറ്റ് കറുപ്പൻ. ആരുടെ കൃതിയാണ് അഖില തിരുട്ട്? ആരുടെ കൃതിയാണ് അഖില തിരുട്ട് എന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളുടെയാണ് കേട്ടോ. അഖില തിരുട്ട് വൈകുണ്ഠ സ്വാമികൾ. പ്രാചീന മലയാളം രചിച്ചത് ആരാണ്? പ്രാചീന മലയാളം അത് ചട്ടമ്പി സ്വാമികളാണ്. പ്രാചീന മലയാളം രചിച്ചത് ചട്ടമ്പി സ്വാമികളും. ദർശനമാല എന്ന കൃതിയുടെ കർത്താവാണ് ശ്രീനാരായണ ഗുരു കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2025 പ്രഥമ ഖോ ലോകകപ്പിന് വേദിയായ രാജ്യം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ശ്രീലങ്ക, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി നേപ്പാൾ. അത് ഓപ്ഷൻ എ ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യ. അത് 2025 ഖോ ലോകകപ്പ് വേദി എവിടെയാണെന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം ന്യൂഡൽഹിയാണ് കേട്ടോ. ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം ന്യൂഡൽഹിയിലാണ്. ഇനി 2025 പ്രഥമ ഖോ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് തേജസ്സും താരയാണ്. 2025 പ്രഥമ ഖോ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ തേജസ്, താര. ഇനി ഖോ ലോകകപ്പ് 2025 വിജയികൾ ചോദിച്ചാല് ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യ തന്നെയാണ്. ഈ അടുത്ത ക്വസ്റ്റ്യൻ, PT ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായിട്ടുള്ള നാടകം ഏതാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ രജനീരംഗം, ഓപ്ഷൻ ബി വെടിവെട്ടം, ഓപ്ഷൻ സി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, ഓപ്ഷൻ ഡി കാലത്തിന്റെ സാക്ഷി. ഏതാണ് അത്? ഓപ്ഷൻ സി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കാണ്. PT ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായിട്ടുള്ള നാടകമാണ് ഓപ്ഷൻ സി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഇനി VTയുടെ ആദ്യ കഥാസമാഹാരം ഏതാണ്? VT ഭട്ടതിരിപ്പാടിന്റെ ആദ്യ കഥാസമാഹാരം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് രജനീരംഗം കേട്ടോ. രജനീരംഗം. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താണ്? VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ അത് കണ്ണീരും കിനാവുമാണ് കേട്ടോ. കണ്ണീരും കിനാവും. യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാല് അത് VT ഭട്ടതിരിപ്പാടാണ്. യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാല് അത് VT ഭട്ടതിരിപ്പാട്. വർഷം ചോദിച്ചാൽ 1908 ജനുവരി 31. ഇത് ചോദിക്കാം. യാചനായാത്ര സംഘടിപ്പിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? യാചനായാത്ര സംഘടിപ്പിച്ചത് അതും VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ്. 1931 തൃശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ. അപ്പൊ VT ഭട്ടതിരിപ്പാടിന്റെ ആദ്യ കഥാസമാഹാരം ചോദിച്ചാൽ അത് രജനീരംഗം. ആത്മകഥയാണ് കണ്ണീരും കിനാവും. യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ ചോദിച്ചാൽ അത് VT ഭട്ടതിരിപ്പാട്. എന്നാണ് 1908 ജനുവരി 31 യാചനായാത്ര സംഘടിപ്പിച്ചത് VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ്. 1931 തൃശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പോരാളി. ഓപ്ഷൻ വായിക്കാം. ആനി മസ്ക്രീൻ, ഓപ്ഷൻ ബി അമ്മാളു അമ്മ, ഓപ്ഷൻ സി സരോജിനി നായിഡു, ഓപ്ഷൻ ഡി അക്കമ്മ ചെറിയൻ. ആരാണ്? അത് ഓപ്ഷൻ ഡി അക്കാമ ചെറിയനാണ്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ. ഇനി ചോദിക്കാം. 1938 തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രാജധാനി മാർച്ച് നയിച്ച വനിത ആരാണെന്ന് വെച്ചാൽ അതാരാണ്? 1938 തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് രാജധാനി മാർച്ച് നയിച്ച വനിതയാണ് അക്കാമ ചെറിയാൻ. എവിടം തൊട്ട് എവിടെ മുതൽ ആണ്
തമ്പാനൂർ തൊട്ട് കവടിയാർ വരെ കേട്ടോ. തമ്പാനൂർ മുതൽ കവടിയാർ വരെ. ദേശസേവികാ സംഘ സ്ഥാപക ആരാണ്? ദേശസേവികാ സംഘം സ്ഥാപിച്ചത് അത് അക്കാമ ചെറിയാനാണ് കേട്ടോ. ഇനി അക്കാമ ചെറിയാന്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് 1114 കഥ എന്ന് പറയുന്നത്. 1114 കഥ. ആത്മകഥ ചോദിച്ചാല് ജീവിതം ഒരു സമരം. എന്താണ് ആത്മകഥ? ജീവിതം ഒരു സമരം. ആരുടെയാണെന്ന് ചോദിച്ചാല് അത് അക്കാമ ചെറിയാന്റെ ആണ് കേട്ടോ. ഇനി തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് അത് ഗാന്ധിജിയാണ്. ഗാന്ധിജി. ഇനി കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് വെച്ചാൽ അതും അക്കാമ ചെറിയാനാണ്. എന്താണ് കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത്? അതും അക്കാമ ചെറിയാനാണ് കേട്ടോ. ഇനി ചോദിച്ചാല് കേരളത്തിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ആരാണ്? കേരളത്തിന്റെ ഝാൻസി റാണി അത് ആനി മസ്ക്രിൻ ആണ്. കേരളത്തിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആനി മസ്ക്രിൻ ആണ്. ലോക്സഭാ മെമ്പറായ ആദ്യ മലയാളിയാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ തിരുവിതാംകൂറിൽ നിന്നുള്ള ഏക വനിതാ പ്രതിനിധി. ഇതാണ് കേരളത്തിന്റെ ഝാൻസി റാണി, ലോക്സഭാ മെമ്പറായ ആദ്യ മലയാളി, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ തിരുവിതാംകൂറിൽ നിന്നുള്ള ഏക വനിതാ പ്രതിനിധിയാണ് കേട്ടോ. ഇനി മലബാറിൽ ദേശീയ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിത അതാരാണ്? മലബാറിൽ ദേശീയ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിത ആരാണെന്ന് ചോദിച്ചാല് അത് AV കുട്ടിമാളു അമ്മയാണ് കേട്ടോ. ഇനി 58ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ? ഓപ്ഷൻ വായിക്കാം. കീഴരിയൂർ ബോംബ് കേസ്, ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരം, ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം, ഓപ്ഷൻ ഡി മുഴാറ സമരം. ഏതാ? അത് ഓപ്ഷൻ എ കീഴരിയൂർ ബോംബ് കേസാണ് കേട്ടോ. കീഴരിയൂർ ബോംബ് കേസ്. ഇനി കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകം ഏതാണ്? കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകം അത് വന്ദേ മാതരമാണ് കേട്ടോ. വന്ദേ മാതരം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ഏതാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ചിരി, ഓപ്ഷൻ ബി കൂട്ട്, ഓപ്ഷൻ സി തുണ, ഓപ്ഷൻ ഡി ഹോപ്പ്. ഏതാണ്? മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് അത് ഓപ്ഷൻ ബി കൂട്ടാണ് കേട്ടോ. കൂട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഓപ്ഷൻ വായിക്കാം. സ്വാമി വിവേകാനന്ദ, ഓപ്ഷൻ ബി സ്വാമി ദയാനന്ദ സരസ്വതി, ഓപ്ഷൻ സി വാഗ്ഭടാനന്ദ, ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. അത് ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു ആണ് കേട്ടോ. മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. അടുത്ത ക്വസ്റ്റ്യൻ. സസ്യങ്ങളിൽ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഓവ്യൂൾ വിത്താകുന്നു, ഓപ്ഷൻ ബി പരാഗണം, ഓപ്ഷൻ സി പുംബീജങ്ങൾ രൂപം കൊള്ളുന്നു, ഓപ്ഷൻ ഡി അണ്ഡമുണ്ടാകുന്നു. ഏതാണ്? സസ്യങ്ങളിൽ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണെന്ന് വെച്ചാല് അത് ഓപ്ഷൻ എ ഒവ്യൂൾ വിത്താകുന്നു കേട്ടോ. ഓപ്ഷൻ എ ഒവ്യൂൾ വിത്താകുന്നു. 62ാമത്തെ ക്വസ്റ്റ്യൻ. എക്സിറ്റ് കൺസർവേഷന് ഉദാഹരണം ഏത്? ഓപ്ഷൻ ബയോസ്ഫിയർ റിസർവുകൾ, ഓപ്ഷൻ ബി നാഷണൽ പാർക്കുകൾ, ഓപ്ഷൻ സി ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, ഓപ്ഷൻ ഡി കമ്മ്യൂണിറ്റി റിസർവുകൾ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. ഇനി എന്താണ് എക്സിറ്റ് കൺസർവേഷൻ? ജീവിവർഗങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് മനുഷ്യ നിയന്ത്രിത പരിതസ്ഥിതിക്ക് കീഴിൽ സംരക്ഷിക്കുന്നു. എന്താണ്? ജീവിവർഗങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് മനുഷ്യ നിയന്ത്രിത പരിതസ്ഥിതിക്ക് കീഴിൽ സംരക്ഷിക്കുന്നു. ഉദാഹരണം ജീൻ ബാങ്കുകൾ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, സുവോളജിക്കൽ ഗാർഡനുകൾ. ഏതൊക്കെയാണ്? ജീൻ ബാങ്കുകൾ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, സുവോളജിക്കൽ ഗാർഡനുകൾ. അടുത്തത് ഇൻസിറ്റു കൺസർവേഷൻ. എന്താണ് ഇൻസിറ്റു കൺസർവേഷൻ? ജീവിവർഗങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്നതാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ജീവിവർഗങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്നതാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം വന്യജീവി സങ്കേതങ്ങൾ, ദേശീയ ഉദ്യാനങ്ങൾ, ബയോസ്ഫിയർ റിസർവുകൾ, കാവുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ. ഏതൊക്കെയാണ്? വന്യജീവി സങ്കേതങ്ങൾ, ദേശീയ ഉദ്യാനങ്ങൾ, ബയോസ്ഫിയർ റിസർവുകൾ, കാവുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഫേനം, ഓപ്ഷൻ ബി റൈബോസോം, ഓപ്ഷൻ സി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുല, ഓപ്ഷൻ ഡി ഗോൾജി കോംപ്ലക്സ്. ഏതാണ്? അത് ഓപ്ഷൻ ഡി ഗോൾജി കോംപ്ലക്സ് ആണ് കേട്ടോ. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗോൾജി കോംപ്ലക്സ് ആണ് കേട്ടോ. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ
കോശസ്രവങ്ങളെ ചെറുസഞ്ചികളിലാക്കുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുന്നത്. എന്താണ്? രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസഞ്ചികളിലാക്കുന്ന കോശാംഗം ഏതാണെന്ന് വെച്ചാൽ അത് ഗോൾജി കോംപ്ലക്സ് ആണ്. ഇനി എന്താണ് ഫേനം എന്ന് നോക്കാം. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗം ഏതാണെന്ന് വെച്ചാൽ അത് ഫേനമാണ്. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗം ഏതാണെന്ന് വെച്ചാൽ അത് ഫേനമാണ്. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശാംഗമാണ് ഫേനം എന്ന് പറയുന്നത്. എന്താണ്? ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശാംഗമാണ് ഫേനം എന്ന് പറയുന്നത്. ഇനി കോശത്തിലെ സഞ്ചാരപാത, കോശത്തിനുള്ളിലെ പദാർത്ഥ സംവഹനം സാധ്യമാക്കുന്ന ഭാഗം, ഇതൊക്കെ ചോദിച്ചാല് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമാണ്. എന്താണ്? കോശത്തിലെ സഞ്ചാരപാത, കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം സാധ്യമാക്കുന്ന ഭാഗം എന്നൊക്കെ ചോദിച്ചാല് അത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമാണ് കേട്ടോ. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശ അസ്ഥികൂടം എന്നറിയപ്പെടുന്ന ഭാഗമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്താണ്? കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണെന്ന് വെച്ചാല് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. ഓപ്ഷൻ വായിക്കാം. ക്രിയാറ്റിലിൻ, ഓപ്ഷൻ ബി ഗ്ലോബുലിൻ, ഓപ്ഷൻ സി സുബെറിൻ, ഓപ്ഷൻ ഡി ലിഗ്നിൻ. ഏതാണ്? അത് ഓപ്ഷൻ ബി ഗ്ലോബുലിൻ ആണ് കേട്ടോ. ഗ്ലോബുലിന്. ആന്റിബോഡികളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തത്തിലെ പ്രോട്ടീൻ ഏതാണ്? ആന്റിബോഡികളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തത്തിലെ പ്രോട്ടീൻ ഏതാണെന്ന് വെച്ചാല് അത് ഗ്ലോബുലിൻ ആണ് കേട്ടോ. ഗ്ലോബുലിൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ പ്രോട്ടിയസ്, ഓപ്ഷൻ ബി ലിപ്പേസ്, ഓപ്ഷൻ സി പെപ്സിൻ, ഓപ്ഷൻ ഡി ട്രിപ്സിൻ. അത് ഓപ്ഷൻ ബി ലിപ്പേസ് ആണ് കേട്ടോ. ലിപ്പേസ്. എന്താണ്? മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് ഏതാണെന്ന് വെച്ചാല് ലിപ്പേസ് ആണ് കേട്ടോ. ലിപ്പേസ്. ഇനി ചോദിക്കാം, ആമാശയത്തിലെത്തുന്ന മാംസ്യത്തെ ലഘുവായ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്ന രാസാഗ്നി ഏതാണ്? അതാണ് പെപ്സിൻ എന്ന് പറയുന്നത്. പെപ്സിൻ. ആമാശയത്തിലെത്തുന്ന മാംസ്യത്തെ ലഘുവായ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്ന രാസാഗ്നി ഏതാണെന്ന് വെച്ചാൽ അതാണ് പെപ്സിൻ എന്ന് പറയുന്നത് കേട്ടോ. മാംസ്യത്തെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്ന രാസാഗ്നിയാണ് ട്രിപ്സിൻ. എന്താണ്? മാംസ്യത്തെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്ന രാസാഗ്നിയാണ് ട്രിപ്സിൻ എന്ന് പറയുന്നത്. കൊഴുപ്പിനെ സ്വതന്ത്ര ഫാറ്റി ആസിഡുകളും ഗ്ലിസറോളുകളും ആക്കി വിഭജിക്കുന്ന രാസാഗ്നിയാണ് ലിപ്പേസ്. എന്താണ്? കൊഴുപ്പിനെ സ്വതന്ത്ര ഫാറ്റി ആസിഡുകളും ഗ്ലിസറോളുകളും ആക്കി വിഭജിക്കുന്ന രാസാഗ്നി ഏതാണെന്ന് ചോദിച്ചാല് അതാണ് ലിപ്പേസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു. ശരിയാണ്. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും. അത് തെറ്റാണ് കേട്ടോ. തെറ്റാണ്. മഴക്കാലത്തും തണുപ്പുകാലത്തും വാസോപ്രസിന്റെ ഉൽപാദനം കുറവായിരിക്കും. അത് ശരിയാണ്. വാസോപ്രസിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണം കുറയും. അപ്പം ഇവിടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും. അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ശരീരത്തിലെ ജലത്തിന്റെ പുനരാകിരണ തോത് നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് ഏത്? വാസോപ്രസിൻ. ശരീരത്തിലെ ജലത്തിന്റെ പുനരാകിരണ തോത് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് വെച്ചാല് അത് വാസോപ്രസിൻ ആണ് കേട്ടോ. വാസോപ്രസിൻ. വാസോപ്രസിന്റെ അഭാവം മൂലം മൂത്രം അമിതമായി പോകുന്ന രോഗം അറിയപ്പെടുന്ന പേരെന്താണ്? അത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണ് കേട്ടോ. ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയും തെറ്റും കണ്ടെത്തുക. പ്രസ്താവന വായിക്കാം. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ്. രണ്ടാമത്തെ പ്രസ്താവന, ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ഡിഫ്തീരിയ, മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ്. തെറ്റാണ്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയ്ക്ക് കാരണമായിട്ടുള്ളത് ബാക്ടീരിയ ആണ്. അതും തെറ്റാണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ 1, 2 ശരി, 3, 4 തെറ്റാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്യൂണി കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ തേനീച്ച വളർത്തൽ, ഓപ്ഷൻ ബി മുയൽ വളർത്തൽ, ഓപ്ഷൻ സി പട്ടുനൂൽ വളർത്തൽ, ഓപ്ഷൻ ഡി മത്സ്യം വളർത്തൽ. ഏതാണ്? അത് ഓപ്ഷൻ ബി മുയൽ വളർത്തലാണ് കേട്ടോ. ശാസ്ത്രീയമായി മത്സ്യകൃഷി ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ്? ശാസ്ത്രീയമായിട്ട് മത്സ്യകൃഷി ചെയ്യുന്ന രീതിയാണ് പിസി കൾച്ചർ. എന്താണ്? പിസി കൾച്ചർ എന്നറിയപ്പെടുന്നത്. ഇനി ശാസ്ത്രീയമായി തേനീച്ച വളർത്തൽ അറിയപ്പെടുന്ന പേരെന്താണ്? തേനീച്ച വളർത്തല് അത് എപ്പി കൾച്ചർ ആണ് കേട്ടോ. എപ്പി കൾച്ചർ. പട്ടുനൂൽ കൃഷി, പട്ടുനൂൽ ഉൽപാദനത്തിന് പുഴുക്കളെ വളർത്തുന്ന രീതിയാണ് അത് സെറി കൾച്ചർ ആണ്. സെറി കൾച്ചർ. മഷ്റൂം കൾച്ചർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മഷ്റൂം കൾച്ചർ അത് കൂൺ വളർത്തലാണ് കേട്ടോ. മഷ്റൂം കൾച്ചർ ആണ് കൂൺ വളർത്തല്.
മൾബറി ചെടികൾ ശാസ്ത്രീയമായി വളർത്തുന്ന രീതിയാണ് മൾബറി ചെടി. അത് മോറി കൾച്ചർ ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥി ഏത്? ഓപ്ഷൻ വായിക്കാം. ഗോളര സന്ധി, ഓപ്ഷൻ ബി വിജാഗിരി സന്ധി, ഓപ്ഷൻ സി കീലസന്ധി, ഓപ്ഷൻ ഡി തെന്നി നീങ്ങുന്ന സന്ധി. ഏതാണ്? അത് ഓപ്ഷൻ ഡി തെന്നി നീങ്ങുന്ന സന്ധിയാണ് കേട്ടോ. ഇനി വിജാഗിരി സന്ധികൾക്ക് ഉദാഹരണമാണ് കൈമുട്ട്, കാൽമുട്ട്. വിജാഗിരി സന്ധിക്ക് ഉദാഹരണങ്ങളാണ് കൈമുട്ടും കാൽമുട്ടും. ഗോളര സന്ധിക്ക് ഉദാഹരണം എന്താണെന്ന് വെച്ചാല് ഏതൊക്കെയാണ്? തോളല്, ഇടുപ്പല്ല് കേട്ടോ. ഗോളര സന്ധിക്ക് ഉദാഹരണമാണ് തോളല്, ഇടുപ്പല്ല്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിനാപ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1, 2 നെഫ്രോണുകൾക്കിടയിൽ കാണപ്പെടുന്നു. ശരിയാണോ? സിനാപ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന 2 നെഫ്രോണുകൾക്കിടയിൽ കാണപ്പെടുന്നു. അത് തെറ്റാണ് കേട്ടോ. പേശീകോശത്തിലും ന്യൂറോണുകൾക്കും ഇടയിൽ കാണപ്പെടുന്നു. അത് ശരിയാണ്. 2 ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്നു. അതും ശരിയാണ്. 2 പേശീകോശങ്ങൾക്കിടയിൽ കാണപ്പെടുന്നു. അത് തെറ്റാണ്. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വെച്ചത് 2, 3 മാത്രമാണ് ശരി. പേശീകോശത്തിനും ന്യൂറോണുകൾക്കും ഇടയിൽ കാണപ്പെടുന്നു. 2 ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്നു കേട്ടോ. ഈ സിനാപ്സ് എന്ന് പറയുന്നത് 2 നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗം ഏതാണെന്ന് വെച്ചാൽ അതാണ് സിനാപ്സ് എന്ന് പറയുന്നത് കേട്ടോ. 2 നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവും തമ്മിലോ നാഡീകോശവും ഗ്രന്ഥികോശവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗം ഏതാണെന്ന് വെച്ചാൽ അതാണ് സിനാപ്സ് എന്ന് പറയുന്നത്. ഈ സിനാപ്സുകളുടെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ അത് ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കും. എന്താണ്? സിനാപ്സുകളുടെ ധർമ്മം എന്ന് പറയുന്നത് ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഓപ്ഷൻ വായിക്കാം. ക്ലോറിൻ, ഓപ്ഷൻ ബി ബ്രോമിൻ, ഓപ്ഷൻ സി ഫ്ലൂറിൻ, ഓപ്ഷൻ ഡി അയഡിൻ. ഏതാണ്? അത് ഓപ്ഷൻ സി ഫ്ലൂറിൻ ആണ് കേട്ടോ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ സി ഫ്ലൂറിൻ ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ മൂലകം ഏതാണ്? സീസിയം ആണ് കേട്ടോ. സീസിയം. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ മൂലകം ഏതാണെന്ന് വെച്ചാൽ അത് സീസിയവും. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണെന്ന് വെച്ചാൽ അത് ഫ്ലൂറിനുമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയി സ്റ്റീൽ ഏതാണ്? ഓപ്ഷൻ വായിക്കാം. നിക്രോം, ഓപ്ഷൻ ബി അൽനിക്കോ, ഓപ്ഷൻ സി സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഓപ്ഷൻ ഡി വെങ്കലം. ഏതാണ്? അത് ഓപ്ഷൻ ബി അൽനിക്കോയാണ്. ഇനി ഇരുമ്പ്, അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നിവ അടങ്ങിയിരിക്കുന്ന ലോഹസങ്കരം ഏതാണെന്ന് വെച്ചാൽ അത് ഏതാണ്? ഇരുമ്പ്, അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നിവ അടങ്ങിയിരിക്കുന്ന ലോഹസങ്കരം ഏതാണെന്ന് വെച്ചാൽ അതാണ് അൽനിക്കോ എന്ന് പറയുന്നത്. നിക്കൽ, ക്രോമിയം, ഇരുമ്പ് എന്നിവയുടെ ലോഹസങ്കരം ഏതാണ്? നിക്കൽ, ക്രോമിയം, ഇരുമ്പ്. നിക്കൽ, ക്രോമിയം, ഇരുമ്പ് എന്നിവയുടെ ലോഹസങ്കരം ഏതാണെന്ന് വെച്ചാൽ അതാണ് നിക്രോം എന്ന് പറയുന്നത് കേട്ടോ. നിക്രോം. ഇനി ചെമ്പ്, വെളുത്തീയം അഥവാ ടിന്ന്. ചെമ്പ്, വെളുത്തീയം അഥവാ ടിന്ന് എന്നിവയുടെ ലോഹസങ്കരം ഏതാണെന്ന് വെച്ചാൽ അതേതാ? ഇത് വെങ്കലമാണ്. വെങ്കലം അഥവാ ബ്രോൺസ് കേട്ടോ. ബ്രോൺസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ പോളിത്തീൻ, ഓപ്ഷൻ ബി പോളിവിനൈൽ ക്ലോറൈഡ്, ഓപ്ഷൻ സി ബേക്കലൈറ്റ്, ഓപ്ഷൻ ഡി നൈലോൺ. ഏതാണ്? അത് ഓപ്ഷൻ സി ബേക്കലൈറ്റ് ആണ് കേട്ടോ. ഇനി ചൂട് തട്ടിയാൽ മൃദുവാവുകയും തണുപ്പിച്ചാൽ ഉറച്ച് കട്ടിയാകുന്നതുമായ പോളിമറുകൾ ഏതാണെന്ന് വെച്ചാൽ അതേതാ? ചൂട് തട്ടിയാൽ മൃദുവാവുകയും തണുപ്പിച്ചാൽ ഉറച്ച് കട്ടിയാകുന്നതുമായ പോളിമർ ഏതാണെന്ന് വെച്ചാല് അത് തെർമോപ്ലാസ്റ്റിക്കുകളാണ്. തെർമോപ്ലാസ്റ്റിക്കുകളാണ് കേട്ടോ. ഇനി നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ഏതാ? നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകളാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ. ഇവ ദൃഢമായി കഴിഞ്ഞാൽ ഇവയെ ചൂടാക്കി വീണ്ടും രൂപമാറ്റം വരുത്താൻ കഴിയുന്നില്ല. എന്താണ്? ദൃഢമായി കഴിഞ്ഞാൽ ഇവയെ ചൂടാക്കി വീണ്ടും രൂപപ്പെടുത്താൻ കഴിയില്ല കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഏണസ്റ്റ് റുദർഫോർഡ്, ഓപ്ഷൻ ബി യൂജിൻ ഗോഡ്സ്റ്റെയിൻ, ഓപ്ഷൻ സി ജെ തോംസൺ, ഓപ്ഷൻ ഡി വില്യം ക്രൂക്സ്. അത് ഓപ്ഷൻ എ ഏണസ്റ്റ് റുദർഫോർഡ് ആണ് കേട്ടോ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഇലക്ട്രോൺ അത് ജെ തോംസണും. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ന്യൂട്രോൺ അത് ജെയിംസ് ചാഡ്വിക്കും ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 76ാമത്തെ ക്വസ്റ്റ്യൻ. പ്രവേഗമാറ്റത്തിന്റെ നിരക്ക്. ഓപ്ഷൻ എ വേഗത, ഓപ്ഷൻ ബി ദൂരം, ഓപ്ഷൻ സി സ്ഥാനാന്തരം, ഓപ്ഷൻ ഡി ത്വരണം.
അത് ഓപ്ഷൻ ഡി ത്വരണമാണ്. ഇനി യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് വേഗം എന്ന് പറയുന്നത്. യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് വേഗം. യൂണിറ്റ് സമയത്തിനുണ്ടായ സ്ഥാനാന്തരമാണ് പ്രവേഗം എന്നറിയപ്പെടുന്നത്. യൂണിറ്റ് സമയത്തിനുണ്ടായ സ്ഥാനാന്തരമാണ് പ്രവേഗം എന്നറിയപ്പെടുന്നത്. സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. ഇതാണ് സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. ദൂരം എന്ന് പറയുന്നത് ഒരു അദിശ അളവാണ്. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. സ്ഥാനാന്തരം ഒരു സദിശ അളവാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബലത്തിന്റെ യൂണിറ്റ് ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ പാസ്കൽ, ഓപ്ഷൻ ബി ന്യൂട്ടൺ, ഓപ്ഷൻ സി ജൂള്, ഓപ്ഷൻ ഡി കലോറി. ഏതാണ്? അത് ഓപ്ഷൻ ബി ന്യൂട്ടൺ ആണ് കേട്ടോ, ന്യൂട്ടൺ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഏതാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ സ്ഥിതികോർജം, ഓപ്ഷൻ ബി ഗതികോർജം, ഓപ്ഷൻ സി യാന്ത്രികോർജം, ഓപ്ഷൻ ഡി സ്ഥാനോർജം. ഏതാ? അത് ഓപ്ഷൻ ബി ഗതികോർജമാണ്, ഗതികോർജം. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഏതാണ്? ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഏതാണെന്ന് വെച്ചാൽ അതേതാ? അതാണ് സ്ഥിതികോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് കേട്ടോ. ഉദാഹരണം ചോദിച്ചാല് ഈ കുലച്ചു വെച്ച വലിയ പിന്നെന്താണ് ഡാമിൽ കെട്ടി നിൽക്കുന്ന ജലം, ഇതൊക്കെ ചോദിച്ചാല് സ്ഥിതികോർജത്തിന്റെ ഉദാഹരണമാണ് കേട്ടോ. ഇനി ഉയരം കൂടുന്തോറും സ്ഥിതികോർജം എന്ത് ചെയ്യുന്നു? കൂടുന്നുണ്ട് കേട്ടോ. ഉയരം കൂടുന്തോറും സ്ഥിതികോർജം കൂടുകയും ഒരു വസ്തു താഴേക്ക് പതിക്കുമ്പോൾ അതിന്റെ സ്ഥിതികോർജം എന്ത് ചെയ്യുന്നു? കുറയുന്നു കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ സൗരോർജം, ഓപ്ഷൻ ബി കാറ്റിൽ നിന്നുള്ള ഊർജം, ഓപ്ഷൻ സി അറ്റോമിക് റിയാക്ടറുകൾ, ഓപ്ഷൻ ഡി ഹൈഡ്രോ ഇലക്ട്രിക് പവർ. ഏതാ? അത് ഓപ്ഷൻ സി അറ്റോമിക് റിയാക്ടറുകളാണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാല് അത് ഓപ്ഷൻ സി അറ്റോമിക് റിയാക്ടറുകളാണ്. ഇനി പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജം ഏതാണ്? പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജം ഏതാണെന്ന് വെച്ചാൽ അത് ബ്രൗൺ എനർജി. അതിന്റെ ഉദാഹരണങ്ങൾ ചോദിച്ചാല് കൽക്കരി ഉണ്ട്, താപവൈദ്യുത നിലയങ്ങൾ, പെട്രോളിയം, ആണവ വൈദ്യുത നിലയങ്ങൾ കേട്ടോ. ഇവയെന്താണ്? ആഗോള താപനം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എനർജിയാണ് കേട്ടോ ഈ ബ്രൗൺ എനർജി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാറ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ അൾട്രാസോണിക്, ഓപ്ഷൻ ബി ഇൻഫ്രാസോണിക്, ഓപ്ഷൻ സി ഭൂകമ്പ തരംഗങ്ങൾ, ഓപ്ഷൻ ഡി സീസ്മിക് തരംഗങ്ങൾ. ഏതാണ്? അത് ഓപ്ഷൻ എ അൾട്രാസോണിക് ആണ് കേട്ടോ, അൾട്രാസോണിക്. സമുദ്രത്തിന്റെ ആഴം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സമുദ്രത്തിന്റെ ആഴം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അത് ഫാത്തോമീറ്റർ ആണ്, ഫാത്തോമീറ്റർ. അപ്പം ഇന്ന് നമ്മള് 80 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് കേട്ടോ. താങ്ക് യു.